ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല മഴയാണല്ലേ. ഇപ്പോൾ ചൂടൊക്കെ പോയി ഫുള്ളും മഴയായി. ഞങ്ങളുടെ ബാക്കിൽ നമ്മളെ പാടങ്ങളൊക്കെ നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. വേനൽ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. പക്ഷേ വേനൽ മഴ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ എന്തായിരിക്കും, വീണ്ടും ഒരു പ്രളയം വരുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലൊരു റെയിൽവേ ട്രാക്കിലാണ് കേട്ടോ. ബാക്കിലൊരു ട്രെയിനുണ്ട്. ട്രെയിന് ടാങ്കർ ട്രെയിനാണ്, അതായത് ചരക്ക് എണ്ണ കൊണ്ടുവന്ന ട്രെയിനാണ്. അപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ റെയിൽവേയിൽ രാവിലെ ഉറങ്ങി കഴിഞ്ഞിട്ട് മഴയൊക്കെ പെയ്തപ്പോൾ വെറുതെ ഇങ്ങനെ വന്നതാണ്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ ഈ റെയിൽവേ ട്രാക്കുള്ളത്. എൻ്റെ ഈ നാട് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം ഇത് റെയിൽവേ ട്രാക്ക്, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറ് പോയാൽ അവിടെ കടൽ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഫുള്ള് പച്ചപ്പാണ്. വന്ദേ ഭാരത് ട്രെയിനാണ് ഈ പോണത്, വെള്ള കളറ്. പിന്നെ ഇത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്ക് പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണിത്. ഇതിപ്പോൾ താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അതായത് താനൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇവിടെ തൊട്ട് അടുത്ത് തന്നെയാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എൻ്റെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകല്ലേ. അങ്ങനെ നമ്മൾ റെയിൽവേ ട്രാക്കിൽ നിന്ന് ഇറങ്ങി. ഇതാണ് വീട്ടിലുള്ള വഴി. തൊട്ടടുത്ത് തന്നെയാണ്, 1 മിനിറ്റ് നടക്കാനുള്ളൂ. വീട്ടിൽ കാണുമ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. നമ്മൾ നേരത്തെ കണ്ട പാടം. അവിടെ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. ഇവിടെ നിന്ന് ഈ റോട്ടിന് പോയിട്ട് വേണം വീട്ടിലേക്ക്. വീടെന്ന് പറയാൻ വീടല്ല, ഒരു എന്താ പറയുക, കോട്ടേഴ്സാണ്. ഞാൻ അപ്പോൾ കാണിച്ചു തരാം. പിന്നെ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഇതാ ഈ കാണുന്നതാണ്. ഇത് ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒറ്റ വീടാണെന്ന്. പക്ഷേ ഒറ്റ വീടല്ലത്. ഇത് 4 വീടുകളുള്ള ഒരു വില്ലാണിത്. അതായത് ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ ഈ ഒരു വില്ലയും പിന്നെ 3 ഒറ്റ വീടാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതാണിപ്പോൾ ഈ കാണുന്ന ഈ സൈഡുള്ളതാണ് എൻ്റെ വീട്. അതായത് ഈ വില്ലയിലത്തെ ഒരു വീടാണ് നമ്മളത്. ഇവിടെ ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീട്, ഈ ഫസ്റ്റ് കാണുന്നത്. അപ്പുറത്ത് വേറൊരു വീട്, അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലും 2 വീടുണ്ട്. ഇതൊരു വീട്, അപ്പുറത്തുള്ള ഒരു വീട്, അങ്ങനെ 4 വീടാണത്. പിന്നെ അവിടെ ഒരു ഒറ്റ വീടുണ്ട്, പിന്നെ ഇതൊരു ഒറ്റ വീട്. അതാണ് ഹൗസ് ഓണർ, അതായത് ഇതെല്ലാത്തിൻ്റെ ഓണറുടെ വീടാണത്. ബാക്കിയെല്ലാം റെൻറ്റിനാണ്. നമ്മൾ മാസം 4000 കൊടുക്കണത്. പിന്നെ നമ്മുടെ അടുത്തൊരു വണ്ടി ഉണ്ട്, യമഹ ഫസിനോ. നമ്മളെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പണയത്തിന് വാങ്ങിയതാണ്. അവനിക്ക് കുറച്ച് പൈസ അത്യാവശ്യം വന്നപ്പോൾ അവൻ ആ പൈസ കൊടുത്ത് ഈ വണ്ടി നമ്മളിങ്ങോട്ട് വാങ്ങി. എന്നാണോ അവന് ഈ പൈസ തിരിച്ചു തരുന്നത് അന്ന് നമ്മൾ വണ്ടി കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. കോട്ടേഴ്സാണ്. ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, അതായത് കോലായി. പിന്നെ ഒരു ഹാള്, 2 റൂം, കിച്ചണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അവിടെ നമ്മൾ കാണുന്നത് കാഴ്ച ഇതായിട്ട് ഒരു മാങ്ങമരാണിത്. നിറയെ മാങ്ങയൊക്കെ ഉണ്ട് ഇപ്പം. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങൾ. ഇൻ്റർലോക്കൊക്കെ വിരിച്ചാണ്. നല്ല രസമുള്ള സ്ഥലമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ വീടും ഇതിൻ്റെ പരിസരമൊക്കെ. പിന്നെ നമുക്കുള്ളൊരു വീട് അവിടെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ തറയിട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അവിടുത്തെ പണിയൊക്കെ തീർന്നാൽ നമ്മളങ്ങോട്ട് മാറും. ഇപ്പം നമ്മൾ തൽക്കാലത്തൊക്കെയാണ് ഈ ഒരു കോട്ടേഴ്സിൽ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് പണി തീർക്കാനാണ് നോക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ വീടും പരിസരമൊക്കെ. പിന്നെ തൊട്ട് മുമ്പിലുള്ള റെയിൽവേ ട്രാക്കും നമ്മൾ കണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.